ഇവിടെ നിൽക്കാം. എവിടെയാകുമ്പോ പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചൊന്നും വരില്ല. ഈ ഹോസ്റ്റലിലുള്ള പല പെൺകുട്ടികളും എന്നെ കണ്ടിട്ടുണ്ട്. ആ വൈശാഖ വന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാ. ഇവിടെ ഉള്ളവരുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു. ആ വൈശാഖ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സെക്യൂരിറ്റിയുടെ പിടിയിലായേനെ. നീ ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാലേ ആകെ കുഴപ്പാവും. എന്നെ കണ്ട ആ മൈഥിലി തിരിച്ചറിയില്ലേ? ഞാൻ പർദ്ദ ഇട്ടിരിക്കുന്നോണ്ട് അതുകൊണ്ട് ഒരു ഫലവുമില്ല. എന്നെ കണ്ട കൂടെ ഉള്ളത് അമ്മ തന്നെയാണെന്ന് അവൾ ഊഹിക്കും. ആ പോലീസുകാരി കൃപയാണെങ്കിൽ എന്നെ ഇനി ഇതിനകത്ത് കണ്ടുപോരുതെന്നാ പറഞ്ഞു വിട്ടിരിക്കുന്നെ. ഇനി ഈ പർദ്ദ ഇട്ടോണ്ട് നിന്നാലും അവർക്ക് എന്നെ മനസ്സിലാവും. എല്ലാം ആകെ കുഴഞ്ഞല്ലോ മോളെ. ആ മൈഥിലിയുടെ മുറിയില് ഇനി എനിക്കും കഴിയാൻ പറ്റില്ല. അവൾക്ക് സംശയം തോന്നില്ലേ? ഞാനാ ഈ പ്ലാൻ കൊണ്ടുവന്നെങ്കിലും ഇപ്പൊ ഇത് വല്ലാത്തൊരു റിസ്ക് ആയി തോന്നുന്നു. തൽക്കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോയാലോ മോളെ? എന്താ അമ്മ ഈ പറയുന്നത്? എന്റെ കുഞ്ഞിനെ കൂടാതെ ഞാൻ തിരിച്ചു പോവാനോ? മുത്തശ്ശിയോടുള്ള വാക്ക് പാലിക്കാൻ മാത്രമല്ല ഞാൻ എന്റെ മോള് തിരക്കിറങ്ങിയത്. എനിക്ക് അവളെ കിട്ടണം, കിട്ടേ പറ്റൂ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ കിട്ടാതെ വന്ന ഈ മീനാക്ഷി പിന്നെ ജീവിച്ചിരിക്കില്ല. മോളെ, എന്റെ മോള് കരയല്ലേ? എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? ഇനി നമ്മള് വൈകമോളൻ കൊണ്ടേ പോവൂ. ഒരൈഡിയ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യം വർക്കൗട്ട് ആയാലേ കൃപയുടെയും മൈഥിലിയുടെയും മുറിയിൽ നമുക്ക് പേടി കൂടാതെ നിൽക്കാനും വിവരങ്ങൾ ചോർത്തിയെടുക്കാനും കഴിയും. ആ പ്ലാൻ എന്താണെന്ന് അമ്മ അത് എന്നോട് പറയാം. പറയാം. ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വേഷം ഇതൊന്ന് തിരിച്ചിട്ടാലോ?